എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ കിരണിന്റെയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ മനോഹർ നേരെ വീട്ടിലേക്ക് വരുവാണ്. അങ്ങനെ വീട്ടിലേക്ക് വരുന്ന സമയത്താണ് മനോഹറിന്റെ ഫോൺ ബെല്ലടിക്കുന്നത്. നോക്കിക്കഴിഞ്ഞപ്പോഴത്തേന് കിരണാണ്. ഇയാൾ എന്തിനാ പോലെ തന്നെ ഈ സമയത്ത് വിളിക്കുന്നത്? എന്തോ പ്രശ്നമുണ്ടല്ലോ. ഒരു പക്ഷെ ആ സോണിയും ആൽബിയും ചെന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് അതിനെക്കുറിച്ച് ചോദിക്കാനാന്ന് തോന്നേ തന്നെ വിളിക്കുന്നത്. പണ്ടാർ എന്ത് ചെയ്യാനാ എന്നോർത്തുണ്ട് കയ്യിലുണ്ടായിരുന്ന ആ ബ്രേസ്ലെറ്റിന്റെ കവറൊക്കെ നേരെ കാറിനകത്തേക്ക് വെച്ചിട്ട് നേരെ കിരണിന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുവാണ്. അപ്പൊ കിരൺ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ മനോഹരനെ കണ്ടപ്പോ തന്നെ കിരൺ പെട്ടെന്ന് അങ്ങോട്ട് വരുവാണ്. അല്ല, എന്താ കിരൺ സാർ എന്നെ കാണണമെന്ന് പറഞ്ഞ് നിനക്ക് മനസ്സിലായില്ലല്ലേ എന്ന് ചോദിക്കുവാണ്. അല്ല, അത് പിന്നെ ഞാൻ ഈ സമയത്ത് കല്യാണിയും കൂടെ അങ്ങോട്ട് ഇറങ്ങി വന്നു. പെട്ടെന്ന് മനോഹർ എന്ത് ചെയ്യണം, അവിടെ ഇരിക്കുന്ന സെറ്റിയെല്ലാം കൂടി ഇരിക്കാൻ തുടങ്ങുക. അല്ല, നിന്നോട് ആരാ ഇവിടെ ഇരിക്കാൻ പറഞ്ഞ? ഞങ്ങളെല്ലാം പറഞ്ഞു ചോദിക്കുക. അല്ല പിന്നെ ഞാനത് അതെ, നിന്നെ ഇവിടെ കയറ്റി ഇരുത്താൻ കൊള്ളുന്നവനല്ല. കാരണം അത്രയ്ക്ക് വൃത്തികെട്ടവനാ നീ. നിന്നെ പോലെ ഒരു ഒരുത്തനെ ഈ വീട്ടിൽ കയറ്റി വെച്ചിട്ടുണ്ടെങ്കിലേ ഈ വീടിന് തന്നെ നാണക്കേടാ. അറിയാമോ എന്ന് കല്യാണി ചോദിക്കുക. അല്ല, കിരൺ സാർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ വന്നാ. എടാ, നിന്നോട് പണ്ട ഞാൻ പറഞ്ഞിട്ടുണ്ട് നിന്റെ ഫ്രോഡ് പരിപാടികളൊക്കെ നിർത്തിക്കോണെന്ന്. സാറേ, അങ്ങനെയൊന്നും ഇല്ല. അല്ല, ഞാൻ ഇന്ന് ആ പെൺകുട്ടിയുമായിട്ട് അവിടെ നിൽക്കുന്ന ജ്വല്ലറി നിൽക്കുന്ന കാര്യം കിരൺ സാർ അറിഞ്ഞില്ലെന്ന് ചോദിക്കാം. ഓഹോ, അപ്പൊ നിനക്ക് കാര്യങ്ങളൊക്കെ അറിയാം. സാറേ, അതെന്റെ ഗേൾഫ്രണ്ട് മാത്രമാണെന്ന് പറയാം. ദേ, ഒരു കാര്യം പറഞ്ഞേക്കാം, നിന്റെ ഗേൾഫ്രണ്ട് ആളും കൊള്ളാം, എന്നെ ഫ്രണ്ട് ആളും കൊള്ളാം. പാവപ്പെട്ട പെൺകുട്ടികളെ ഇങ്ങനെ വല ഫീച്ച് പിടിച്ചിട്ട് അവരെ കുറച്ചാൾ കഴിയുമ്പോൾ ഉപേക്ഷിക്കുന്നതിന്റെ സ്വഭാവം ഉണ്ടല്ലോ, അത് ഇന്നത്തോടു കൂടെ നിർത്തിക്കണം. ഇല്ലെങ്കിൽ തന്നെ നിന്റെ നാക്ക് പിടിതെടുക്കും എന്ന് പറയാം ഞാൻ. അയ്യോ അല്ല സാറേ, ഞാൻ അങ്ങനെയും ചെയ്തിട്ടില്ല എന്ന് പറയാം. അല്ല, നിന്റെ വിചാരം എന്താ? കുറച്ച് നാളൊരു പെൺകുട്ടീനെ വെച്ചോണ്ടത് പിന്നെ കളഞ്ഞിട്ട് നിന്റെ സുഖം തേടി പോകാന്നുള്ളതാണോ? അതൊന്നും നടക്കാൻ പോകുന്നില്ല മനോഹറെ. ഇനി അങ്ങനെ എന്തേലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ ഭൂമിക്ക് മീതെ ഞാൻ വെച്ചേക്കളെന്ന് പറയാം. സാറേ, ഞാൻ അങ്ങനെയൊന്നുമല്ല. ഇപ്പൊ എന്റെ മനസ്സിൽ സരിയു മാത്രമേ ഉള്ളൂ. അവളെ മാത്രം ചിന്തിച്ചാ ഞാൻ ജീവിച്ചു കഴിയുന്നേ. വെറുതെ കള്ളത്തരം പറയല്ലേ മനോഹറെ. പണ്ടാണ്ട് പറഞ്ഞിട്ടില്ലേ, അണ്ണാൻ മൂത്താലും മരം കയറ്റം മറക്കില്ലെന്ന് എന്ന് പറഞ്ഞാലേ നിന്റെ അവസ്ഥ. അങ്ങനെ പെട്ടെന്നൊന്ന് നീ അങ്ങനെ വിട്ടുകൊടുക്കുന്ന സൈസ് അല്ലെന്നും അറിയാം. അതുകൊണ്ട് അടങ്ങി ഒതുങ്ങി നിനക്ക് ജീവിക്കുവാണെ കൊള്ളാം. ഇനി എന്തേലും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിന്നെ വെറുതെ വിടാൻ പോകുന്നില്ല. കാര്യങ്ങളൊക്കെ അറിയാലോ. കാര്യം പറഞ്ഞ നീ ഒരു കൊള്ളരുതാത്തവൻ തന്നെയാ. പക്ഷേങ്കിൽ ഇപ്പൊ നിന്നെ വെറുതെ വിടുന്ന എന്തുകൊണ്ടാണെന്നറിയോ? സരിവിനിട്ട് ഇടയ്ക്കിടയ്ക്ക് നീ പണി കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് മാത്ര എന്നും പറഞ്ഞ് വേറെയുള്ള പെൺകുട്ടികളെ ദ്രോഹിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നിന്നെ വെറുതെ വിടില്ല എന്ന് പറയാം. അല്ല, നീ എന്തിനാടാ ജ്വല്ലറി പോയത്? ഇനി ഇപ്പം അവളുടെ സ്വർണം വല്ല അടിച്ചു മാറ്റിയോ നീ? അങ്ങനെയൊന്നും ഇല്ല സാർ, അവളുടെ സ്വർണ്ണമൊന്നും ഞാൻ അടിച്ചു മാറ്റിയിട്ടില്ല. അടിച്ചു മാറ്റിയില്ലെങ്കിൽ നിനക്ക് കൊള്ളാം എന്ന് പറയണം. പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ. എന്നാ പൊക്കോടാന്ന് പറഞ്ഞ് മനോഹറിനെ അങ്ങോട്ട് പറഞ്ഞു വിടുവാണ്. ഈ സമയം മനോഹർ പുറത്തിറങ്ങിയിട്ട് പറയണം, നീയൊക്കെ എന്തൊക്കെ പറഞ്ഞു പറഞ്ഞാലും ഈ മനോഹരൻ നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അടുത്ത ദിവസം തന്നെ കണ്ടു ഞാൻ ഇഷയുടെ കഴുത്തിൽ താലി ചേർത്തും. നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റി നീയൊക്കെ ചെയ്തോ? എന്നോടാ നിന്റെയൊക്കെ കളി. ഇതൊക്കെ ഞാൻ എത്ര വണ്ണം കണ്ടും കേട്ടുണ്ട്. പിന്നീട് മനോഹർ വീട്ടിലേക്ക് കയറി ചെല്ലുവാണ്. അപ്പൊ കയ്യിൽ ആ കവറൊക്കെ ഉണ്ട്, ആ ജ്വല്ലറിയുടെ കവറൊക്കെ ഉണ്ട്. അങ്ങനെ കവറുമായിട്ട് ചെല്ലുമ്പോ സരിയും മുറിയിലെ ഡ്രസ്സൊക്കെ മടക്കി വെച്ചോണ്ടിരിക്കുവായിരുന്നു. കവറൊക്കെ പുറകെ മറച്ചു പിടിച്ചോണ്ടാ ചെല്ലുന്നേ. ആഹാ, ഇന്ന് മനുവേട്ടൻ എന്താ പറ്റി നേരത്തെ വന്നേ? ഒന്നുമില്ല, എനിക്ക് എന്റെ മോളൂനെ ഒന്ന് കാണണമെന്ന് തോന്നി, അതുകൊണ്ടല്ലേ നേരത്തെ വന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു കള്ള വർത്താനമായിട്ട് അങ്ങോട്ട് ചെല്ലുവാണ്. അല്ല, മനുവേട്ടൻ എന്താ ഒളിപ്പിച്ചു വെച്ചിരുന്ന കയ്യിലും? അതോ, അത് ഞാൻ മോളൂനുള്ളൊരു പ്രസന്റേഷൻ കൊണ്ടുവന്ന് അന്നല്ലേന്ന് ചോദിക്കും. പ്രസന്റേഷനോ? അടുത്ത ദിവസം മോളിന്റെ പിറന്നാളല്ലേ, അപ്പൊ ബർത്ത്ഡേ ഗിഫ്റ്റാന്ന് പറയണ. ബർത്ത്ഡേ ഗിഫ്റ്റാന്ന് കേട്ടതും എനിക്കോ? അതെ, അടിക്കുന്ന ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് മേടിച്ച് നോക്കുവാണ്. ദൈവമേ, രക്ഷപ്പെട്ടു. ഇതെങ്ങാനും ഇപ്പൊ ഇവളുടെ കണ്ണി പെട്ടായിരുന്നെങ്കിൽ ഇവിടെ ഒളിച്ചു വെക്കുന്ന കണ്ടായിരുന്ന അതോടുകൂടി തീർന്നേനം. ഇപ്പൊ നേരിട്ട് കൊടുക്കണം, ആ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. ഇനിയിപ്പൊ നിഷയുടെ കാര്യം അതെന്തേലും ചെയ്യാം. പിന്നെ ഇടയ്ക്ക് തന്റെ കയ്യിൽ ഇത് വേണം, അപ്പൊ എന്തേലുമൊക്കെ കള്ളം പറയാം. അങ്ങനെയൊക്കെ ചില കാര്യങ്ങളൊക്കെ മനോഹറിന്റെ മനസ്സിലുണ്ടാവണം. ഈ സമയം സരി തുറന്നു നോക്കുക. ആഹാ, കൊള്ളാലോ, സൂപ്പർ ആയിട്ടുണ്ടല്ലോ. പിന്നീട് കൈ വെച്ച് തൂക്കം നോക്കണം. ഒരു 5 പവൻ കാണുമല്ലേ മനുവേട്ടാന്ന് ചോദിക്കണം. 5 പവൻ തയ്ച്ചില്ല, ഒരു 4.25 പവന് അത്രേ ഉള്ളെന്ന് പറഞ്ഞ. ഒത്തിരി പൈസയായി കാണുമല്ലേ എന്റെ മോളു. ഇതന്നെയൊക്കെ പൈസയുടെ കാര്യം പറയേണ്ട ആവശ്യമുണ്ടോ? എന്റെ കൈ പൈസ ഇല്ലെന്ന് ഓർത്താണ് നീ ഇരിക്കുന്നേ. അല്ല മനുവേട്ടാ, അതെനിക്കറിയാം. പക്ഷേങ്കില് എനിക്ക് ഇഷ്ടം പോലെ ഉണ്ടല്ലോ ഇവിടെ. മാലയുണ്ട്, നെക്ലേസ് ഉണ്ട്, വളയുണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ എന്തിനാ വെറുതെ ഇങ്ങനെ പൈസ മുടക്കി ഇതൊക്കെ വാങ്ങിച്ചേ? അതൊന്നും സാരമില്ല, അതൊന്നും കുഴപ്പമില്ലെന്നേ. എന്റെ മോളിന് വേണ്ടിയിട്ടല്ലേ. മോളിന് വയറ്റി ഒരു കുഞ്ഞില്ലേ, കുഞ്ഞ് പറന്നു കഴിയുമ്പോൾ കണ്ടു. ഇങ്ങനെയൊന്നും ആയിരിക്കില്ല, നമ്മൾ ഗംഭീരമായിട്ടായിരിക്കും ആഘോഷിക്കാൻ പോകുന്നത്. ഇഷ്ടം പോലെ സ്വർണ്ണം ഞാൻ അതിനെ വാങ്ങിക്കൊടുക്കും. സ്വർണം കൊണ്ട് മൂടും ഞാൻ കുഞ്ഞിനെന്ന് പറയാം. അല്ലേലും എനിക്കറിയാം മനുവേട്ടൻ എന്നെ എന്റെ കുഞ്ഞിനെ ഭയങ്കര സ്നേഹമായിരിക്കുന്നു. അങ്ങനെ പതപ്പിച്ച് വെക്കുവാണ് മനോഹർ. പിന്നീട് മനോഹറാണ് ആകെപ്പെട്ട അസ്വസ്ഥ. ഇവളുടെ കയ്യിൽ നിന്ന് എങ്ങനെയും മേടിച്ചെടുക്കാം. പോട്ടെ,
ഇവളുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. ഈ സമയം സരി പറഞ്ഞു, അതെ ഞാനിതെന്റെ അച്ഛനും അമ്മേനെ കൊണ്ട് കാണിച്ചിട്ട് വരാം, അവർക്കും ഭയങ്കര സന്തോഷമാവെന്ന് പറയണം. അങ്ങനെ താഴേക്ക് ഇറങ്ങി പോവാണ്. ഈ സമയം മുറിയുടെ വാതൊക്കെ വന്ന് ശാരി അകത്തേക്ക് നോക്കുകയാണ്. രാഹുൽ അകത്തിരിക്കുക. ദുഷ്ടൻ, എല്ലാ തെറ്റുകളും ചെയ്തു വെച്ചിട്ട് ഒന്നും അറിയത്തില്ലാത്ത മറ്റേ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ? ഇവനിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട്. ഞാൻ എന്റെ കൈ കിട്ടും ഇവനെ ഒതുക്കത്തിൽ. ഞാൻ വലിയ ആളാന്ന് ഇവന്റെ ഭാവം. അങ്ങനെ നിന്നിട്ട് നേരെ അകത്തേക്ക് കയറി ചെല്ലുവാണ്. എന്താ ശരി, നീ എന്താ എന്നെ തുറച്ചു നോക്കുന്നേ? തുറച്ചു നോക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ല. കാരണം നിങ്ങൾ അങ്ങനത്തെ പ്രവൃത്തികളൊക്കെ അല്ലേ ചെയ്ത് കൂട്ടുന്നേ, നിങ്ങളെപ്പോലൊരു ദുഷ്ടൻ. ഓഹോ, ഇപ്പൊ ഞാൻ നിനക്ക് ദുഷ്ടനല്ലേന്ന് ചോദിക്കുക. കുറെ കാലം മുമ്പ് അങ്ങനെയല്ലായിരുന്നല്ലോ. അതെ, കുറെ കാലം മുമ്പ് അങ്ങനെയല്ലായിരുന്നു. പാവപ്പെട്ട വീട്ടിലെ ഒരു പെൺകുട്ടിയായിരുന്നു ഞാൻ. പക്ഷെ നിങ്ങളുടെ കൂടെ നിങ്ങളെ കുടുംബജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷെ എന്റെ സന്തോഷങ്ങളൊക്കെ തകർന്നടിഞ്ഞു പോയി. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ ഞാൻ നിങ്ങളെ ഇല്ലാതാക്കൂന്ന് പറയാം. നീ എന്തൊക്കെയാ ശാരി പറയണേ? നിനക്കെന്താ സ്ഥലകാലബോധം നഷ്ടപ്പെട്ടോന്ന് ചോദിക്കുക. സ്ഥലകാലബോധം നഷ്ടപ്പെട്ട എനിക്കല്ല, നിങ്ങൾക്കാന്ന് പറയണേ. ഈ സമയത്താണ് സരയുവിന്റെ വരവ്. സരയു പറഞ്ഞു, രാവിലെ തുടങ്ങിയ രണ്ടെണ്ണം കൂടെ. മനുഷ്യൻ ഒരു സമാധാനം തരില്ലല്ലോ എന്റെ ഭഗവാനെ. ഓ ഓ ഇവിടെ കിടന്നിട്ടുണ്ടെങ്കിൽ എനിക്കിവിടെ ഭ്രാന്ത് പിടിക്കുമെന്ന് തോന്നേ. ഇതിലിപ്പോ ശരിക്കും ആർക്കാ ഭ്രാന്ത്? അച്ഛനാണോ അമ്മയ്ക്കാണോ? ശാരി, എന്റെ മോളെ നീ ഇങ്ങനെയൊന്നും പറയരുത്. നിനക്ക് നിന്റെ അച്ഛന്റെ സ്വഭാവം അറിയാലോ. വെറുതെ ഓരോന്നോരോന്ന് കുത്തി കുത്തി പറഞ്ഞുകൊണ്ടിരിക്കുക. അല്ല, മോളിന്ന് ഭയങ്കര സന്തോഷത്തിലാണുള്ള കാര്യം എന്താ? ഇങ്ങോട്ട് നോക്കമ്മയെന്ന് പറഞ്ഞിട്ട് ബ്രേസ്ലെറ്റ് കാണിക്കണം. രാഹുലിനെ കാണിച്ചു. അല്ല, ഇത് എവിടുന്ന മോക്ക്? മനുവേട്ടൻ വാങ്ങിച്ചോണ്ട് തന്നാ. എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് കൊണ്ടു തന്നാന്ന് പറയാം. ഓഹോ, അപ്പാൻ എവിടെയോ കക്കാൻ കയറിയിട്ടുണ്ട്, അതുകൊണ്ടാ. അല്ലെങ്കിൽ ഏതേലും പെൺകുട്ടികളെ പറ്റിച്ചു കാണും. ഇല്ലെങ്കിൽ അവന്റെ കയ്യിൽ എവിടുന്ന പൈസ? ഒരു 10 രൂപ പോലും കയ്യിൽ എടുക്കാനില്ലാത്തവനാ ഇത്രയും വലിയ 4.25 പവന്റെ സ്വർണം എടുക്കുന്നത്. ഒന്നെങ്കിൽ അത് അടിച്ചു മാറ്റിയതായിരിക്കും. എങ്ങനെയുണ്ടമ്മേ, ഇഷ്ടപ്പെട്ടോന്ന് ചോദിക്കണം. ആ, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അല്ല മോളെ, ഇത് ആണുങ്ങളുടെ അല്ലേന്ന് ചോദിക്കും. ആണുങ്ങളുടെ ഒന്നുമല്ല, പെണ്ണുങ്ങളുടെയാ. മനുവേട്ടൻ പറഞ്ഞല്ലോ, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും അല്ല ഒരുപാട് ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യം ഇത്. ഈ സമയം ശാരി പറഞ്ഞു, മോളെ നിന്റെ അച്ഛൻ അങ്ങനെയൊക്കെ തോന്നുള്ളൂ. നിന്റെ അച്ഛന്റെ സ്വഭാവം നിനക്ക് അറിയാവുന്നതല്ലേ? എനിക്കറിയാം അമ്മയെന്ന് പറയാം. ഈ സമയം രാഹുൽ പറഞ്ഞു, ഇതേ വെറുതെ ഇരിക്കുന്ന എന്നെ പ്രാന്തനാക്കല്ലോ കേട്ടോ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. പിന്നെ ഇതുപോലെയുള്ള സ്വർണം മേടിക്കാനുള്ള പൈസ ഒന്നും അവന്റെ ഇല്ല. ആ മഹാ തരികടയാന്ന് പറയാം. ശാരി പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ മോളെ ഇങ്ങർക്ക് പ്രാന്താന്ന്. അപ്പൊ നീ വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ല. ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ ആരാ ശരി ആരാ തെറ്റെന്നുള്ള കാര്യം? എന്റെ അമ്മ എന്നെ ഒന്ന് വെറുതെ വിട്. നല്ലൊരു ദിവസമായിട്ട് വളരെ സന്തോഷത്തോടു കൂടിയാ ബ്രേസ്ലെറ്റ് കാണിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് വന്നേ. അപ്പോഴിങ്ങനെ. ഈ സമയം രാഹുൽ പറഞ്ഞു, ഇനിയിപ്പൊ ഞാനിവിടെ ഇരിക്കുന്നില്ല. ഞാനിവിടെ ഇരിക്കുന്ന പ്രശ്നമെങ്കിൽ ഞാൻ അങ്ങോട്ട് എഴുന്നേറ്റ് പോയേക്കാന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ അങ്ങോട്ട് പോവാണ്. ഈ സമയം ശാരി പറഞ്ഞു, കണ്ടില്ലേ നിന്റെ അച്ഛന്റെ സ്വഭാവം പണ്ടൊന്നും ഇങ്ങനെയല്ലായിരുന്നു. ഇങ്ങനെ പോയിട്ടുണ്ട് അധികം വൈകാതെ അയാൾക്ക് വീണ്ടും വട്ടാവൂന്ന് പറയാം. എന്റെ അമ്മയൊന്നും മിണ്ടാതിരിക്കുക. അങ്ങനെ മിണ്ടാതിരിക്കാൻ എനിക്ക് പറ്റില്ല. അയാൾ എത്ര പെട്ടെന്ന് വല്ല ഭ്രാന്താശുപത്രിയിലും കൊണ്ടുപോകണമെന്ന് പറയാം. സരിയോ ആകെപ്പാടെ പെട്ടുപോയി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത അവസ്ഥ. ഒരു വശത്ത് അമ്മ, ഒരു വശത്ത് അച്ഛൻ. പിന്നീട് ശാരി പറഞ്ഞു, അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എത്രയും പെട്ടെന്ന് മോള് മനുമോനോട് പറഞ്ഞിട്ട് ഇവിടെ നമുക്ക് പോകാൻ നോക്കണം. അങ്ങേരെ കൊണ്ടുപോണ്ട, അങ്ങേര് ഇവിടെ കിടക്കട്ടെ. അങ്ങേരും കൂടെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ പോയാലും നമുക്ക് സമാധാനം ഉണ്ടാവില്ലെന്ന് പറയാം. പിന്നീട് ശാരിയും കൂടെ അങ്ങോട്ട് അകത്തേക്ക് പോയി കയറിപ്പോയി. സരിവിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത വല്ലാത്തൊരവസ്ഥ. ഈ പ്രതിസന്ധിയിൽ എങ്ങനെ ഒന്ന് കര കയറുമെന്ന് പോലും അറിയില്ല. ഒരു വശത്ത് അച്ഛനും ഒരു വശത്ത് അമ്മയും കൂടെ രണ്ടുപേരും കൂടെ ചേർന്ന് തല്ല് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ തനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്ത പോലും ഇല്ല. ആ ഒരു ചിന്ത സരുവിനെ വല്ലാതെ അലട്ടുന്നുണ്ടായിരുന്നു. പിന്നീട് കാണിക്കുന്ന രാഹുൽ അങ്ങനെ ഓരോന്നൊക്കെ ആലോചന നിൽക്കുന്ന സമയത്താണ് മനോഹർ അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. അപ്പൊ മനോഹർ രാഹുലിന് ശ്രദ്ധ ഇരിക്കാൻ വേണ്ടി ആ താരാപഥം എന്നുള്ള പാട്ടൊക്കെ അങ്ങോട്ട് പാടുവാണ്. ഇത് കേട്ടതും രാഹുൽ ഞെട്ടിത്തെറിച്ച് നോക്കി. എന്താടാ, എന്താ രാവിലെ നെറ്റിച്ച അഹങ്കാരം നിൽക്കണം? പിന്നെ അഹങ്കാരിക്കായിരിക്കുന്ന എങ്ങനെയാ ഞാന്? ഓഹോ, നിനക്ക് എന്തോ ഇവിടുന്ന് ഒരു കോൾ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. സത്യം പറയടാ, നിനക്ക് ആ ബ്രേസ്ലെറ്റ് മേടിക്കാനുള്ള പണം എവിടുന്നാ കിട്ടിയെന്ന് ചോദിക്കുക. അതെന്തിനാ എന്റെ അമ്മായിച്ചനല്ലേ? ഓ, അപ്പൊ നീ ആരെയോ വീണ്ടും കറക്കിയിട്ടുണ്ടല്ലേന്ന് ചോദിക്കണം. അതെ, ഞാൻ കറക്കി കാണും. അതിന് നിങ്ങൾക്ക് എന്താ? ഞാൻ എന്റെ ഇഷ്ടം പോലെ ചെയ്യുന്നു പറയാ. എനിക്കിപ്പോ എന്താന്ന് ചോദിച്ചാ എന്റെ മകളാടാ അവളെ എത്ര നാളെന്ന് വെച്ചാൽ നീ പറ്റിക്കുന്നേ? ഓ അങ്ങനെയാണല്ലേ? എന്താണ് നിങ്ങൾ നിങ്ങളുടെ ഭാര്യനെ ഇതിനേക്കാളും മുമ്പ് പറ്റിക്കാൻ തുടങ്ങിയതല്ലേ? അതുകൊണ്ട് എനിക്ക് അത്ര വലിയ കുറ്റബോധമൊന്നും നിങ്ങളുടെ കാര്യത്തിലില്ല എന്ന് പറയാം. എടാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മര്യാദയ്ക്ക് എന്റെ മകളെ വിട്ടേക്കണം. ഇങ്ങനത്തെ അവൾ നിന്റെ കുതന്ത്ര പണിയായിട്ട് അവളുടെ അടുത്തേക്ക് വരില്ലെന്ന് പറയാം. ഓ, ഞാൻ വിട്ടു പൊക്കോളാം എന്റെ അമ്മായി. അത് അധികം താമസിക്കാൻ തന്നെ പോകും. പക്ഷേങ്കിൽ അതിന്റെ ഇടയ്ക്ക് നിങ്ങളെ എനിക്കിട്ട് പണി തരാൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വെറുതെ ഇരിക്കില്ല എന്ന് പറയണം. രാഹുൽ നീ എന്ത് ചെയ്യൂടാ? എന്ത് ചെയ്യുന്ന ഞാൻ കാണിച്ചു തരാം, നിങ്ങൾക്കറിയാലോ. അതോടുകൂടി നിങ്ങളുടെ കുടുംബജീവിതം തകർന്നു പോകും. അത് ഞാൻ ചെയ്യണോ വേണ്ടോ നിങ്ങൾ തീരുമാനിച്ചാൽ മതി എന്ന് പറയാം. രാഹുലിന് മനസ്സിലായി ഇവൻ ഒറ്റ നടക്കൊന്നും പോകുന്ന ലക്ഷണം കാണുന്നില്ല. ഇവന്റെ സ്വഭാവം കഴിഞ്ഞിപ്പോ അത്രയ്ക്ക് നല്ലതാണല്ലോ. അങ്ങനെ രാഹുൽ പറഞ്ഞു, അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മര്യാദയാണ് മര്യാദ. അല്ലെങ്കിൽ ഈ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല. ഈ നിമിഷം ഈ വീട്ടിൽ നിന്ന് ഇറക്കണം. എന്റെ കാരണം അടിച്ചാൻ പോയിക്കുമെന്ന് പറയാം. അപ്പൊ അത് കേട്ടോണ്ടാണ് അങ്ങോട്ട് സരിയ പറഞ്ഞത്. അച്ഛൻ എന്തൊക്കെ വർത്താനം പറയണേ?
ഇത് ഇപ്പൊ ഞാൻ അമ്മേനെ ഉപദേശിച്ചിട്ട് വന്നോളൂ. ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നേ അമ്മയായിരിക്കും കുഴപ്പക്കാരിയെന്നല്ല. ഇപ്പഴല്ലേ മനസ്സിലായി അച്ഛനാന്നുള്ള കാര്യം. അച്ഛാ, ഇതിനു മുമ്പ് പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം ഞാൻ സഹിക്കുകയോ ക്ഷമിക്കുകയോ ഒക്കെ ചെയ്തു. പക്ഷെ മനുവേട്ടനോട് വളരെ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല. അച്ഛനാന്ന് പോലും നോക്കില്ല. ചിലപ്പോൾ ഞാൻ കൊന്നു കളയുമെന്ന് പറയാണ്. ഇത് കേട്ട ഒരു ഞെട്ടലോടെ രാഹുൽ നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.